Good afternoon. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ ആണ് നോക്കിയത്. അപ്പോൾ ക്വാണ്ടൈസേഷൻ മൂലം രണ്ട് ടൈപ്പ് എററാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഇൻപുട്ട് സൈഡിലും ഒന്ന് ഔട്ട്പുട്ട് സൈഡിലും. സോ ഇൻപുട്ട് സൈഡിലെ നോയ്സിൻ്റെ എററാണ് നമ്മൾ, അല്ലെങ്കിൽ നോയ്സ് പവറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവറാണ്. അതായത് ക്വാണ്ടൈസേഷൻ മൂലം ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന നോയ്സിൻ്റെ എഫക്റ്റിനെയാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ക്വാണ്ടൈസേഷൻ മൂലം ഉണ്ടാകുന്ന എററിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്ച്വൽ എക്സ് ഓഫ് എൻ പ്ലസ് ക്വാണ്ടൈസേഷൻ എററാണ്. സോ ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ പറഞ്ഞപ്പോൾ വരച്ചത്. അതിൽ തന്നെ നമുക്ക് ഇത് സിസ്റ്റം നമ്മുടെ സിസ്റ്റം ഡിജിറ്റൽ സിസ്റ്റമാണ്. സോ ആ സിസ്റ്റം നമ്മൾ എടുത്തിട്ട് അതിൽ ഈ ഓഫ് എൻ എറർ എന്ന് പറയുന്ന സിഗ്നലിനെ ഇൻപുട്ടായിട്ട് കൊടുത്താൽ നമുക്കവിടെ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇത് നമുക്ക് എപ്സിലോൺ ഓഫ് എൻ എന്ന് പറയാം. ഇതാണ് ഔട്ട്പുട്ട് നോയ്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ക്വാണ്ടൈസേഷൻ എറർ ഇൻപുട്ടായിട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടിലെ നോയ്സ് ആണ് കിട്ടുന്നത്. അതിനാണ് നമ്മൾ എപ്സിലോൺ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതിൽ ഈ എപ്സിലോൺ എൻ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് നോയ്സ് ഡ്യൂ ടു ക്വാണ്ടൈസേഷൻ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് നോയ്സും വരുന്നുണ്ട്, ഔട്ട്പുട്ട് നോയ്സ് വരുന്നുണ്ട്. അതിൽ ഇൻപുട്ടിനെ നമ്മൾ സിഗ്മ ഓഫ് എൻ എന്നും ഔട്ട്പുട്ടിൽ നോയ്സിനെ എപ്സിലോൺ ഓഫ് എൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇൻപുട്ടിലെ എററിനെ ഇ ഓഫ് എൻ എന്നും ഔട്ട്പുട്ടിലെ നോയ്സിനെ നമ്മൾ എപ്സിലോൺ ഓഫ് എൻ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ വരച്ച റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമുക്ക് എപ്സിലോൺ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇതിന്റെയും കൺവല്യൂഷൻ, ദറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഇൻറ്റു എച്ച് ഓഫ് എൻ, എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൈ ഓഫ് എൻ എഴുതുന്ന പോലെ ഇവിടെ എപ്സിലോൺ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് എഴുതാം. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഔട്ട്പുട്ട് നോയ്സ് കണ്ടുപിടിക്കാനുള്ളൊരു റിലേഷൻ, ഇൻപുട്ട് നോയ്സ് കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ, ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം. സോ നമ്മൾ ഇൻപുട്ട് നോയ്സ് പവർ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ദി നോയ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ സിഗ്മ ഇ സ്ക്വയർ എഴുതിയായിരുന്നു. ഇതിനാണ് ഇൻപുട്ട് നോയ്സ് പവർ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ഇൻപുട്ട് നോയ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് സൈഡിലും സെയിം ടേം വരുന്നുണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ഔട്ട്പുട്ട് നോയ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സിഗ്മ ഇ സ്ക്വയറിന് വരെ ഇവിടെ സിഗ്മ എപ്സിലോൺ സ്ക്വയർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഔട്ട്പുട്ട് നോയ്സിൽ നമ്മൾ എപ്സിലോൺ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എപ്സിലോൺ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 to k എച്ച് സ്ക്വയർ ഓഫ് എൻ. ഇതാണ് ഒരു റിലേഷൻ. അതേപോലെ തന്നെ വേറൊരു റിലേഷൻ ഉണ്ട്, സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ബൈ സിഗ്മ ഇ സ്ക്വയർ ബൈ 2πj ക്ലോസ്ഡ് കോണ്ടൂർ ഓഫ് ഇന്റഗ്രൽ വരുന്നുണ്ട് ഓഫ് എച്ച് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് റേസ് ടു -1 ഇൻറ്റു ഇസഡ് റേസ് ടു -1 ഇൻറ്റു ഡി ഇസഡ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലോസ്ഡ് കോണ്ടൂർ ഇന്റഗ്രലാണ് ഇവിടെ ചെയ്യാൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിൻ്റെയാണ് ഇന്റഗ്രൽ എടുക്കേണ്ടത്? എച്ച് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് റേസ് ടു -1 ഇൻറ്റു ഇസഡ് റേസ് ടു -1 ഡി ഓഫ് ഇസഡ്. ഈ എച്ച് ഓഫ് ഇസഡ് എന്താണ്? നമ്മൾ ഏത് സിസ്റ്റമാണോ എടുക്കുന്നത് അതിന്റെ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. സോ എച്ച് ഓഫ് ഇസഡ് ഉണ്ടെങ്കിൽ എച്ച് ഓഫ് ഇസഡ് റേസ് ടു -1 നമുക്ക് അതിന് എഴുതാൻ പറ്റും. ഇതിന് ആ പ്രോഡക്റ്റ് ടേം എടുക്കുക, അതിന്റെ ക്ലോസ്ഡ് കോണ്ടൂർ ഇന്റഗ്രൽ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ്ഡ് കോണ്ടൂർ ഇന്റഗ്രലൊന്നും അല്ല എടുക്കുന്നത്, ആക്ച്വലി നമ്മൾ അവിടെ റെസിഡ്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂവിനുള്ളിൽ വരുന്ന പോൾസ് ആണ്. അതിന് പുറത്ത് വരുന്ന പോൾസ് ഉണ്ടെങ്കിൽ അതിന്റെ റെസിഡ്യൂസിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ അത് പ്രോബ്ലം വരുമ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇക്വേഷനിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് നോയ്സ് പവർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് നോയ്സ് പവർ ഇൻറ്റു ഒരു ടേം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇൻപുട്ട് നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സിഗ്മ ഇ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഇതും ഓർത്ത് വെക്കുക. പ്രോബ്ലം ചെയ്യാൻ കൂടുതലായിട്ടും സെക്കൻഡ് ഇക്വേഷനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ,
സോ ഇത് ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന പ്രോബ്ലമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an LTI means linear time invariant system is characterized by the difference equation. അപ്പോൾ ഒരു സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. I of n is equal to 0.68 y of n minus 1 plus 0.15 x of n. y of n ഔട്ട്പുട്ട് ആണ്, x of n ഇൻപുട്ട് ആണ്. ആൻഡ് the input signal x of n has a range of -5 volts to +5 volts. അപ്പോൾ x of n ന്റെ റേഞ്ച് വന്നിട്ടുണ്ട് -5 to +5 ആണ്. അപ്പോൾ അത് റേഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി റേഞ്ച് -1 to +1 എന്നാണ് അസ്യൂം ചെയ്ത് നമ്മൾ ഡെറിവേഷൻ ഒക്കെ എഴുതിയത്. ബട്ട് അതല്ലാത്തൊരു വാല്യൂ തന്നാൽ നമ്മൾ അവിടുത്തെ റേഞ്ച് തന്നേക്കുന്ന വാല്യൂ എടുക്കുക. റേഞ്ച് എന്ന് പറയുന്നത് -5 to +5 ആണ്. സോ r is equal to 10. -5 to 0 വരെ 5, 0 to 5 വരെ 5. അങ്ങനെ ടോട്ടൽ റേഞ്ച് is equal to 10 and is represented by 8 bits. അപ്പം നമ്പർ ഓഫ് ബിറ്റ്സ് b എന്ന് പറയുന്നത് 8 ആണ്. ടോട്ടൽ ബിറ്റ്സ് ആണ്. അപ്പം സൈൻ ബിറ്റ് ഒന്നും അങ്ങനെയൊന്നും സെപ്പറേറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് 8 ബിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫൈൻഡ് ദി ക്വാണ്ടിസേഷൻ സ്റ്റെപ്പ് സൈസ്. അതെന്ന് പറയുന്നത് എന്താണ്? Q ആണ്. ദെൻ വേരിയൻസ് ഓഫ് എറർ സിഗ്നൽ. വേരിയൻസ് ഓഫ് എറർ സിഗ്നൽ എന്ന് പറയുന്നത് ഇൻപുട്ടിലെ എററിന്റെ വേരിയൻസ് ആണ്. ദാറ്റ് ഈസ് സിഗ്മ ഇ സ്ക്വയർ. ആൻഡ് വേരിയൻസ് ഓഫ് ക്വാണ്ടിസേഷൻ നോയ്സ് അറ്റ് ദി ഔട്ട്പുട്ട്, അതെന്ന് പറയുന്നത് സിഗ്മ എപ്സിലോൺ സ്ക്വയർ. അപ്പം ഈ 3 ടേംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. സോ എന്നിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് സിസ്റ്റം എച്ച് ഓഫ് ഇസഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. ഇവിടെ എച്ച് ഓഫ് ഇസഡ് തന്നിട്ടില്ല, പകരം ഡിഫറൻസ് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പം അതിന് എന്ത് ചെയ്യുക? അതിന് ഇസഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം. ചില ക്വസ്റ്റ്യൻസിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആയിരിക്കും തരിക. അതിൽ നമ്മൾ ആദ്യം ഡിഫറൻസ് ഇക്വേഷൻ ആ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നോക്കി എഴുതിയിട്ട് ദെൻ എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ പ്രോബ്ലം ഓരോ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ ആണ്, അതിൽ നിന്ന് ഇസഡ് ട്രാൻസ്ഫോം എടുക്കുക. ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഇവിടെ y of n y of z കിട്ടും ഇസ് ഈക്വൽ ടു, ഇവിടെ n-1 ആയതുകൊണ്ട് ഇവിടെ ഒരു z⁻⁻1 കിട്ടും. 0.68 y of z പ്ലസ് 0.15 ഇൻറ്റു എക്സ് ഓഫ് z എന്ന് കിട്ടും. ഇനി കോമൺ ടേംസ് എടുക്കുക. സോ y of z ഇൻറ്റു 1 മൈനസ് ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ z⁻⁻, 0.68 z⁻⁻1 is equal to 0.15 into x of z. So y of z by x of z is equal to 0.15 by 1 minus 0.68 z⁻⁻1. സോ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എച്ച് ഓഫ് ഇസഡ് എഴുതി. അപ്പം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ അതിന് എച്ച് ഓഫ് ഇസഡ് എടുത്തെഴുതുക. സോ എച്ച് ഓഫ് ഇസഡ് കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് ക്യൂ കണ്ടുപിടിക്കണം, സിഗ്മ ഇ സ്ക്വയർ കണ്ടുപിടിക്കണം, സിഗ്മ എപ്സിലോൺ സ്ക്വയർ കണ്ടുപിടിക്കണം. 3 കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ആദ്യം തന്നെ ക്വാണ്ടൈസേഷൻ സ്റ്റെപ്പ് സൈസ് കണ്ടുപിടിക്കാം. ക്വാണ്ടൈസേഷൻ സ്റ്റെപ്പ് സൈസ് Q is equal to R by 2 raised to B. നമ്മൾ 2 raised to B+1 എന്നായിരുന്നു എഴുതിയിരുന്നത്. അപ്പം ഇവിടെ B എന്ന് പറയുന്നത് ആ B+1 ടോട്ടലാണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് സൈൻ്റെ ബിറ്റൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ എത്ര ബിറ്റാണ് വരുന്നത് അത് തന്നെ ഇവിടെ റേസ് ടു ആയിട്ട് എഴുതിയാൽ മതി. റേഞ്ച് പറഞ്ഞിട്ടുണ്ട് -5 to 5. സോ R is equal to 10 ആൻഡ് B is equal to 8. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q is equal to 10 by 2 raised to 8 എന്നാണ് കിട്ടുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.039. സോ ഫസ്റ്റ് വാല്യൂ കിട്ടി. ക്വാണ്ടിസേഷൻ സ്റ്റെപ്പ് സൈസ് Q is equal to 0.039. അപ്പോൾ ക്വാണ്ടിസേഷൻ സ്റ്റെപ്പ് സൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് നോയ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് എററിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സിഗ്മ ഇ സ്ക്വയർ. അതാണ് സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതെന്താണ്? വേരിയൻസ് ഓഫ് എറർ സിഗ്നൽ അറ്റ് ദി ഇൻപുട്ട് സൈഡ്. സോ സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? Q² by 12.
സോ ക്യൂ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.039 സ്ക്വയർ ബൈ 12 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ ഇസ് 1.2675 ഇൻറ്റു 10⁻⁻4. സോ ക്യൂ കിട്ടി, സിഗ്മ ഇ സ്ക്വയർ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എറർ സിഗ്നൽ കിട്ടി. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിഗ്മ എപ്സിലോൺ സ്ക്വയർ, അതായത് ഔട്ട്പുട്ട് നോയ്സിന്റെ വേരിയൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നോയ്സ് പവർ എന്ന് പറയും. സോ അതിനെന്ത് ചെയ്യുക, അതിന്റെ ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2πj ഇൻറ്റു ക്ലോസ്ഡ് കോണ്ടോർ ഇന്റഗ്രൽ ഓഫ് h of z ഇൻറ്റു h of z⁻⁻1 ഇൻറ്റു z⁻⁻1 dz. അപ്പോൾ ഇതിൽ നമുക്ക് h of z അറിയാം. h of z⁻⁻1 എങ്ങനെ കണ്ടുപിടിക്കാം? z ഉള്ളിടത്ത് z-ന് പകരം z⁻⁻1 കൊടുക്കുക. ബാക്കി ടേംസ് എല്ലാം ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അതിൽ നമ്മൾ ആദ്യം ഈ ഒരു ടേം എടുത്ത് എഴുതുക, h of z ഇൻറ്റു h of z⁻⁻1 ഇൻറ്റു z⁻⁻1. അതൊന്ന് എടുത്ത് എഴുതാം. h of z-ന്റെ വാല്യൂ കിട്ടിയത് 0.15 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.68 z⁻⁻1. ഇതാണ് h of z. അപ്പോൾ h of z⁻⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? z-ന് പകരം z⁻⁻1 കൊടുക്കുക. അപ്പോൾ ഇവിടെ -1 the whole raised to -1 ആയിട്ട് +1 ആയിട്ട് മാറും. സോ h of z⁻⁻1 ടേം എന്ന് വെച്ചാൽ 0.15 ഇൻറ്റു 1 മൈനസ് 0.68 ഇൻറ്റു z എന്ന് വരും. ഇത് റേസ് ടു -1 the whole raised to -1 ഇൻറ്റു z⁻⁻1. ഇതിനെ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ z-a ഇൻറ്റു z-b ആ ഒരു ഫോമിലേക്ക് മാറ്റുക. അതായത് നമുക്ക് ഇതിൻ്റെ പോൾസ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ സോൾവ് ചെയ്ത് കൊണ്ടുപോവുക. സോ 0.15 ബൈ ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ ഇത് 0.68 ബൈ z അല്ലേ. സോ മൾട്ടിപ്ലൈ ചെയ്താൽ z മൈനസ് 0.68 ഹോൾ ബൈ z എന്ന് എഴുതാം. ഇൻറ്റു 0.15 ഇൻറ്റു ഇവിടെ നമുക്ക് z- എന്നുള്ള ടേം കിട്ടണമെങ്കിൽ ഈ -0.68 പുറത്തെടുക്കുക. സോ -0.68 പുറത്തെടുത്താൽ ഇവിടെ z മൈനസ് 1/0.68 എന്ന് വരും. അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ടേം തന്നെ കിട്ടണം. സോ ഇതിനെ ഒന്നുകൂടി സോൾവ് ചെയ്യാം. സോ ആ ഒരു ഇക്വേഷൻ ഒന്നുകൂടി സോൾവ് ചെയ്താൽ ഇവിടെ ഉണ്ടായിരുന്ന z മുകളിൽ പോവും. ദെൻ 1/0.68ന്റെ ടേം ചെയ്യുമ്പോൾ 1.4705 എന്ന് കിട്ടി. ഇനി ഇവിടെ ഈ z-ഉം z⁻⁻1 കൂടി ക്യാൻസലായി പോവും. സോ ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്താൽ ന്യൂമറേറ്ററിൽ 0.0225 കിട്ടും. ഡിനോമിനേറ്ററിൽ z-0.68 ഇൻറ്റു z-1.4705 ഇൻറ്റു ഒരു -0.68 കൂടി ഉണ്ട്. സോ അതും ഇതും കൂടി ഡിവൈഡ് ചെയ്യാം. കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -0.0330 ഡിവൈഡഡ് ബൈ z-0.68 ഇൻറ്റു z-1.4705. അപ്പോൾ നമുക്ക് z-a ഇൻറ്റു z-b എന്ന് പറയുന്ന ഫോമിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പോൾസ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് പോൾ എത്രയായിരിക്കും? z is equal to 0.68. സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് z is equal to 1.4705. അപ്പോൾ നമുക്ക് രണ്ട് പോൾ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 0.68, ഒന്ന് 1.4705 ആണ്. അപ്പോൾ അതിൽ 1-ന് താഴെയുള്ള വാല്യൂസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. 1-ന് മുകളിലുള്ള വാല്യൂസ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിഡ്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ <1 ലിസഡിന്റെ വാല്യൂ <1 വരുന്ന പോൾസിന്റെ റെസിഡ്യൂസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക. 1-ന് മുകളിലേക്ക് വാല്യൂസ് വരുന്ന പോൾസ് ഉണ്ടെങ്കിൽ അതിന്റെ റെസിഡ്യൂസ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. അതായത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഫൈനൽ ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ബൈ 2πj
ക്ലോസ്ഡ് കോണ്ടൂർ ഇന്റഗ്രൽ ഓഫ് ദിസ് ടേം. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് റെസിഡ്യൂ മെത്തേഡാണ്. സോ ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിഡ്യൂ മെത്തേഡിൽ ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഇത്രയും ടേംസ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ റെസിഡ്യൂസിന്റെ സമ്മാണ്. അതായത് സിഗ്മ ഇ സ്ക്വയർ അതേപോലെ വരും. ദെൻ സമ്മേഷൻ ഓഫ് ഈച്ച് റെസിഡ്യൂസ് ഓഫ് ദിസ് ടേം, അതായത് എച്ച് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് റേസ് ടു -1 ഇൻറ്റു ഇസഡ് റേസ് ടു -1. ആ ഒരു പോളിനോമിയലിലെ ആ ഒരു ടേം കണ്ടുപിടിക്കുക, അതിന്റെ റെസിഡ്യൂസ് എടുക്കുക, അതിന് എത്ര പോൾസ് ഉണ്ടെന്ന് നോക്കുക, അതിൽ 1-നകത്ത് വരുന്ന പോൾസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക, അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് റെസിഡ്യൂസ് കണ്ടുപിടിക്കുക, അതിന്റെ എല്ലാം സമ്മേഷൻ ചെയ്യുക. അതാണ് ഇവിടെ ഈ ഒരു സിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റു സിഗ്മ ഇ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ റെസിഡ്യൂ മെത്തേഡ് വെച്ചിട്ട് ഔട്ട്പുട്ട് നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയ ഈ എച്ച് ഓഫ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു ഇസഡ് റേസ് ടു -1 എന്ന ടേം എന്ന് പറയുന്നത് എന്താണ്? -0.0330 divided by z minus 0.68 into z minus 1.4705. സോ ഇങ്ങനെയാണ് കിട്ടിയത്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു അതിൽ 2 പോൾസ് ഉണ്ട്. z is equal to 0.68 and z is equal to 1.4705. അപ്പോൾ ഒന്ന് 1-ന് പുറത്താണ്, അത് ആവശ്യമില്ല. അപ്പോൾ 1-നകത്തുള്ള z is equal to 0.68 എന്ന് പറയുന്ന ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ ഒറ്റ ടേമേ വരുന്നുള്ളൂ, ഇവിടെ സമ്മേഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ റെസിഡ്യൂ കണ്ടുപിടിച്ചാൽ മതി. റെസിഡ്യൂ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ടേമിന്റെ ഈ ഒരു വാല്യൂവിന്റെ കറസ്പോണ്ടിങ് റെസിഡ്യൂ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇത് എവിടുന്നാണ് കിട്ടിയത്? ഈ ഒരു ടേം എന്നാണ്. സോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ z is equal to റെസിഡ്യൂ അറ്റ് z is equal to 0.68 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ കറസ്പോണ്ടിങ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. z minus 0.68 ഇൻറ്റു ഹോൾ ദിസ് ടേം -0.0330 ഡിവൈഡഡ് ബൈ z minus 0.68 ഇൻറ്റു z minus 1.4705 ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് z is equal to 0.68. അപ്പോൾ ഏത് വാല്യൂ ആണോ ആ വാല്യൂ തന്നെ ഇസഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, then അതിന്റെ കറസ്പോണ്ടിങ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതും ക്യാൻസൽ ആയി പോകും. സോ -0.0330 ഡിവൈഡഡ് ബൈ z minus 1.4705 എന്ന് കിട്ടും. അറ്റ് z is equal to 0.68. സോ ഇവിടെ ഇസഡിന് പകരം 0.68 കൊടുക്കുക, -0.0330 ഡിവൈഡഡ് ബൈ 0.68 minus 1.4705. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 0.0417 എന്നാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റെസിഡ്യൂ. സെക്കൻഡ് റെസിഡ്യൂ എന്ന് പറയുമ്പോൾ ഏതാണ്? സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് ഇതാണ്. അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇത് ഒരു 0.5 ആയിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലെ സെക്കൻഡ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതേപോലെ 1-നകത്ത് തേർഡ് പോൾ ഉണ്ടെങ്കിൽ അതും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 റെസിഡ്യൂസ് ആയി, അതെല്ലാം കൂടി സം ചെയ്യുക. ആ സമ്മേഷനാണ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആകെ ഒറ്റ ടേമേ ഉള്ളൂ. പുറത്ത് എന്തുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ? സിഗ്മ ഇ സ്ക്വയർ ഉണ്ട്. സോ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്ന് സിമ്പിളായിട്ട് എഴുതാം. ഇവിടെ ഒറ്റ റെസിഡ്യൂ ഉള്ളൂ. സോ സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു കിട്ടിയ വാല്യൂ 0.0417. സിഗ്മ ഇ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ദാറ്റ് ഈസ് 1.2675 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു 0.0417. സോ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 5.2854 ഇൻറ്റു 10⁻⁻⁶. ഇതാണ് ഔട്ട്പുട്ട് നോയ്സ് പവറിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പല രീതിയിൽ ചോദിക്കാറുണ്ട്. ആദ്യം പറഞ്ഞ പോലെ y of n അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് h of z തന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഒരു സ്റ്റെപ്പ് കുറവായിരിക്കും. അല്ലെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ട് ഇതേപോലെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് അല്ലെങ്കിൽ അതിന്റെ ഫിൽറ്റർ നമ്മൾ റിയലൈസേഷൻ തന്നിട്ടും ഒക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അധികം നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ എഴുതിയിട്ട് h of z കണ്ടുപിടിച്ചിട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റെപ്സിന്റെ കൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിഗ്മ
ഇ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ സിഗ്മ എപ്സിലോൺ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എപ്സിലോൺ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റെസിഡ്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതും പോൾസ് ഇസഡ് മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ബി ഇൻറ്റു ഇസഡ് മൈനസ് സി എന്ന ഡിനോമിനേറ്ററിൽ കിട്ടുന്ന ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിലെ പോൾസ് നോക്കുക. ഇതിൽ ലെസ് ദാൻ 1 വരുന്ന പോൾസ്, അതായത് യൂണിറ്റ് സർക്കിളിനുള്ളിൽ വരുന്ന പോൾസ് മാത്രം നമ്മൾ എടുക്കുക. അതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് റെസിഡ്യൂ കണ്ടുപിടിക്കുക, സം ചെയ്യുക. സം ചെയ്തിട്ട് സിഗ്മ ഇ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സിഗ്മ എപ്സിലോൺ സ്ക്വയർ കിട്ടും. ഇങ്ങനെയാണ് ഇൻപുട്ട് നോയ്സ് പവറും ഔട്ട്പുട്ട് നോയ്സ് പവറും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്.